യേശു ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നമ്മുടെ കൂടെയുള്ള ഭർത്താവ്, ഭാര്യ, മക്കൾ, അവരൊക്കെ ഈ ബലിവേദിയിൽ കൊണ്ടുവന്ന് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള മനസ്സുണ്ടാകും. യേശു കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് തന്നവരെ ഞാൻ ദൈവത്തിന്റെ അരികിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൂടെയാകാൻ, എന്നെ സ്നേഹിക്കാൻ, എൻ്റെ കുടുംബത്തിൽ എനിക്ക് തന്നവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാനുള്ള മനസ്സും കൂടി എനിക്കുണ്ടാകും. നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. ചിലപ്പോൾ വെറുപ്പുണ്ടാകാം, വിദ്വേഷം ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, പ്രാർത്ഥന കുറവുകൊണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എവിടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ, ആ കുടുംബത്തിലെ എല്ലാവരും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുണ്ടോ, അവിടെ കൂട്ടായ്മകളുണ്ടോ. അതുകൊണ്ട് എനിക്ക് ആരെയൊക്കെ തന്നിട്ടുണ്ടോ ആ വ്യക്തികളൊക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ആ വ്യക്തിയുടെ സ്വഭാവത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം, നിയോഗത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ കൂടെയുള്ളവരെ ദൈവത്തിന് നൽകി, ദൈവം നൽകുന്ന അനുഗ്രഹം അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.